ദേശീയ ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വാടാനപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. ബോധവൽക്കരണ റാലി, ഫ്ലാഷ് മോബ്, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ നടത്തുകയാണ്. 20 വർഷം 39 കോടി പേർ ഡെങ്കി പനിക്ക് വിധേയരാകുന്നുണ്ട്, അനുപാതം ഉണ്ടാകുന്നുണ്ട് എന്നാണ് കണക്ക്. ഒരു മരിക്കല്ല, ഒരു വൈറസ് രോഗം മൂലമുള്ള പനിയാണ് പനി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ രോഗവാഹകയിൽ ഈഡിസ് കൊതുകുകളാണെന്നുള്ള കാര്യം നമുക്കറിയാം. കൊതുകുകൾ, സാധാരണ കൊതുകുകൾ മലിനജലത്തെ വളരും, ശുദ്ധജലത്തിൽ വളരും. പക്ഷേ ഈ കൊതുകിൻ്റെ പ്രത്യേകത ശുദ്ധജലത്തിലാണ് വളരുന്നത്. അത്യാവശ്യം മഴക്കാലം വരുമ്പോൾ പകലൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നത്. സാധാരണ കൊതുകുകൾ രാത്രികാലങ്ങളാണ് എന്നുള്ളതുകൊണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശുദ്ധജലത്തിൽ ഇത് വളരുമെന്ന് പറയുമ്പോൾ ഇതിന് പ്രതിരോധ മാർഗങ്ങളില്ല. ഇല്ലായ്മ ചെയ്യാൻ ആവശ്യമായ മരുന്നുകളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ നമ്മുടെ പരിസരം വൃത്തിയാക്കി വയ്ക്കാനേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിപ്പോൾ ഇതിനകത്ത് സൂചിപ്പിച്ചു ധാരാളം മഴ വരുമ്പോൾ ഒരുപാട് ചിരട്ടകളൊക്കെ ഉണ്ടാവും, പഴയ പാത്രങ്ങളൊക്കെ ഉണ്ടാവും. ഇതിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കാണ്. വെള്ളത്തിലല്ലാതെ ഇതിൻ്റെ പാത്രത്തിലാണ്, അത് അരിവശത്താണ് പറ്റി പിടിച്ചിരുന്ന് മഴ മാറിയാൽ നാൾ പെയ്യും. പിന്നെ നനവ് വെച്ചപ്പോൾ വീണ്ടും അത് വരുന്ന കണക്കിലൂടെ. തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് ഓഫീസർ സന്തോഷ് ജോർജ്, തൃശൂർ DPM ഡോക്ടർ സജീവ് കുമാർ, ജൂനിയർ അഡ്മിനിസ്ട്രേറ്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിർമ്മൽ, ആലപ്പുഴ ടെക്നിക്കൽ അസിസ്റ്റന്റ് K ഗോപകുമാർ, വാടാനപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ അഞ്ജലി എന്നിവർ സംസാരിച്ചു.